സാർ, ഈ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ വേണ്ട വിധം നടപ്പാക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. അത് കേരള സർക്കാരാകട്ടെ, നമ്മുടെ കോർപ്പറേഷനാകട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളാകട്ടെ, ഈ കാര്യത്തിൽ വലിയ വീഴ്ചകൾ വരുത്തുന്നതായിട്ടാണ് BJP ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാരും അതിൻ്റെ ചില കണക്കുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ BJP പുതിയ അധ്യക്ഷൻ സ്ഥാനമേറ്റ ഉടനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഈ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തിൽ അവർ പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിക്കുന്നു എന്നാണ്. എന്താണ് സാർ ഏറ്റവും പുതിയ വിവരങ്ങൾ? കോർ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഈ പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാന സർക്കാർ അങ്ങ് മൂടി വയ്ക്കുന്നുണ്ട്, പേര് മാറ്റി സ്വന്തം പേരിലാക്കുന്നു, മാറ്റുന്നുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ട അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, കോവിഡ് സമയത്തുള്ള കാര്യം തന്നെ. അന്ന് പലതരത്തിലുള്ള കേന്ദ്ര സഹായം കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നു. കിറ്റായാലും പൊതുജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ തക്കമുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ സംസ്ഥാന സർക്കാർ അവരുടെ ഒരു ക്രെഡിറ്റായിട്ട് അങ്ങ് എടുത്തു. അതാണ് ആ കോവിഡ് സമയത്ത് പിന്നീട് 21 നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മൈലേജ് കിട്ടിയതും രണ്ടാം പിണറായി അധികാരത്തിൽ വന്നതിൻ്റെ ഒക്കെ കാരണം അതാണ്. അത് കേരളത്തിലുള്ള BJP അത് തിരുത്തുന്നില്ല. കേന്ദ്ര പദ്ധതിയാണ് എന്ന് വേണ്ട തരത്തിൽ പ്രചരിപ്പിച്ചില്ല. പിന്നെ കോൺഗ്രസ്സുകാർ പറയുമോ? ഇവിടുത്തെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ഒരിക്കലും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ CPM തിരിച്ചടിച്ചു കോൺഗ്രസ് BJP ബാന്ധവം എന്ന് പറയുകയും ചെയ്യും. ഉടനെ ഇത് ഡൽഹിയിലോട്ട് അറിയിക്കുകയും ചെയ്യും. എവിടെ? സോണിയ യെച്ചൂരി വഴി ഇങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് നീക്കും. അപ്പോൾ ഇതാണ് ഇവിടെ പറ്റിയിട്ടുള്ള ഒരു കുഴപ്പം. പിന്നെ നിരവധി പദ്ധതികളുണ്ട്, കേന്ദ്ര പദ്ധതികൾ. ഇപ്പം പ്രശാന്തിന് ഒരു ജോലി, പുതുതായിട്ടൊരു സംരംഭം തുടങ്ങണം, അതിന് പിന്നെ ലോൺ എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാം കുറഞ്ഞ പലിശയാണ് ഉള്ളത്. മുദ്രാ ലോണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വയം സംരംഭങ്ങൾക്കുള്ള അതിന് ചെറിയ ഇപ്പോൾ 1 ലക്ഷം രൂപ വരെയൊക്കെയുള്ള വായ്പകളുള്ളതുണ്ട്. ആ 1 ലക്ഷം രൂപയിൽ സബ്സിഡി ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് വളരെ കുറവായിട്ടുള്ളതാണ്. പിന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കുട്ടികളുടെ, പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് ആയുഷ്മാൻ പദ്ധതി അനുസരിച്ച് ഇപ്പം നമുക്ക് ആയുർവേദ പിന്നെ കോളേജുകളിലൊക്കെ തന്നെ ആയുഷ്മാൻ പദ്ധതി അനുസരിച്ചുള്ള ഈ തിരുമല കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. എല്ലാറ്റിൻ്റെയും കൂടെ ഈ പ്രധാനമന്ത്രി എന്നേ ചേർക്കത്തുള്ളൂ. അല്ലാതെ മോദി ആവാസ യോജന, മോദി കിസാൻ പദ്ധതി എന്നൊന്നുമല്ല. പ്രധാനമന്ത്രി രാജീവ്, നെഹ്റു തുടങ്ങിയ പേരുകളിലല്ല. അതല്ലേ അവരുടെ മുഴുവൻ അറിയപ്പെട്ടത്? നെഹ്റുവും ഇന്ദിരയും രാജീവിൻ്റെയും പേരിലാണ് അറിയപ്പെട്ടത്. അത് മുഴുവൻ ഇവിടുന്ന് തുളച്ച് നീക്കി എന്നുള്ളതാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. അതല്ലേ, അങ്ങനല്ലേ വേണ്ടത്? മോദിക്ക് ശേഷം എന്താണ് പിന്നെയും ഈ രാജ്യം വേറൊരാള് നാളെ പ്രധാനമന്ത്രി ആകുമല്ലോ. അപ്പൊ ഈ രാജ്യം മുമ്പോട്ട് പോകണ്ടേ? അപ്പൊ പ്രധാനമന്ത്രിയുടെ പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആവാസ് യോജന, താഴെത്തട്ടിലുള്ളവർക്ക് വീട് വയ്ക്കുന്നതിന് ബാങ്കിൽ നിന്ന് സൗകര്യം വേണ്ട തരത്തിൽ ലഭിക്കും, ലോൺ കൊടുക്കും, സൗജന്യ വീട്. അത് പിന്നെ ഇതിനകത്ത് സബ്സിഡിയൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്നും സാധാരണക്കാർക്ക് അറിയത്തില്ല. ഈ വഴിയിൽ ഈ അരികിലിരുന്ന് മീൻ വിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരും, അവർക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു വാർത്ത കേട്ടു സാർ. അതായത് ചന്തയിൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് 1000 രൂപ രാവിലെ വായ്പ കൊടുക്കും, 1 രൂപ പലിശയുള്ളൂ ഒരു ദിവസത്തേക്ക്. വൈകിട്ട് അത് 1001 രൂപയായിട്ട് തിരിച്ചടയ്ക്കണം. അങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് കേട്ടു. എനിക്കത് എൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിൽ ലഭ്യമല്ല. അല്ലാതെ ഈ വഴി അരികിലിരുന്ന് വിൽക്കുന്ന അവർക്കുണ്ട്, ലോണുണ്ട്. നമ്മുടെ ഈ തെരുവോര കച്ചവടക്കാർക്ക്, അതെ, അവരെ ഇപ്പോൾ സഹായിക്കാനായിട്ട് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ പ്രധാനമന്ത്രിയുടെ ഇതിൽ തന്നെ ഒരു പദ്ധതി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഒരാള് ബാങ്കിൽ സമീപിച്ചാലുണ്ടല്ലോ, ഈ ചില ബാങ്കുകാര് അത് പ്രൊമോട്ട് ചെയ്യത്തില്ല, ഡിസ്കറേജ് ചെയ്ത് മാറ്റും. അത് ഇത്തിരി കാര്യബോധത്തോടുകൂടി ഇതൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള
ഒരു സ്വരത്തോടു കൂടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ അവിടെ ചെന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ലോൺ ഉണ്ടെന്ന് അറിഞ്ഞു കിട്ടുമോ, അതൊരു യാചനയുടെ സ്വരത്തിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ഒരുതരം ഈ വെറും ഭിക്ഷക്കാരായിട്ട് കാണുമെന്നുള്ളതാണ്. ബാങ്കുകാർ ഇതിനെ എൻകറേജ് ചെയ്യിക്കത്തില്ല എന്നുള്ളതാണ്. എങ്ങനെയും നമ്മളെ അങ്ങ് പറഞ്ഞു പിടിക്കും. മറിച്ച് ഏതെങ്കിലും ഭീമമായ തരത്തിലുള്ള പലിശയുള്ള സ്കീം അന്വേഷിച്ച് എന്ന് നോക്ക്, നമ്മളെ പിടിച്ച് അകത്തിട്ടിട്ട് അതിനകത്ത് മുഴുവൻ ഒപ്പിടിച്ചിട്ട് ലോണും തന്ന് പറഞ്ഞു വിടും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഇത് BJPയുടെ സംസ്ഥാന ഘടകം ഇതിനകത്ത് വേണ്ട തരത്തിൽ ഇടപെടണം. ആ ഇടപെടലിൻ്റെ സൂചനയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതായത് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പാർട്ടി ഓഫീസുകളുണ്ടല്ലോ, പാർട്ടി കേന്ദ്രങ്ങൾ അത് സേവാ കേന്ദ്രങ്ങളായി മാറണം. അല്ലാതെ അവിടെ വന്നിരുന്ന് വെറും ഈ രാഷ്ട്രീയം പറഞ്ഞ് പത്രവും വായിച്ച് പിന്നെ വലിയ താത്വിക അവലോകനവും നടത്തി പിരിഞ്ഞു പോകാനുള്ള ഗ്രൂപ്പിസവും സേവാ കേന്ദ്രങ്ങളായി മാറണം. അതായത് ഇപ്പോൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പദ്ധതികളുണ്ടല്ലോ, ഈ പദ്ധതികളുമായിട്ട് ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ തിരിച്ചയക്കുകയാണെങ്കിൽ അവര് ഇവിടെ വരണം, ഈ പാർട്ടി കേന്ദ്രത്തിൽ വരണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂട്ടിക്കൊണ്ടുപോയി ഈ ലോൺ സാങ്ഷനാക്കി കൊടുക്കണം. ഈ ലോൺ ആവശ്യമുള്ളവർ അവന് തക്കതായ രേഖകളും അവരുടെ കൈവശം ഉണ്ടായിരിക്കണം, ID പ്രൂഫ്, അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പോൾ അതാണ് പാർട്ടി സേവാ കേന്ദ്രങ്ങളായി മാറണം. പിന്നെ ഈ താഴെത്തട്ടിൽ ഇപ്പോൾ ഒരു ജില്ലയെ തന്നെ 3 പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ട് വിഭജിച്ചിട്ടുണ്ടല്ലോ. ഇത് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇങ്ങനെയൊക്കെയുള്ള പ്രധാനമന്ത്രി പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സാധാരണക്കാർക്ക്. ഇപ്പോഴും പലർക്കും അറിയത്തില്ല. അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ്? ഇത് പാർട്ടി ഇതിനകത്ത് ഇടപെടണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വേണ്ട തരത്തിൽ പിന്നെ ഇതിൻ്റെ നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. അതാണ് സംസ്ഥാന സർക്കാർ ഇത് പലപ്പോഴും ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. അതെ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഞാൻ കേട്ടത്, കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി നഗരസഭയുടെ പദ്ധതികളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത് വലിയ തോതിൽ അവിടെ പ്രതിഷേധത്തിനിടയാക്കി. BJP മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും അക്കാര്യത്തിൽ പിന്നെ മേയറുടെ നിലപാടിനെ ചോദ്യം ചെയ്തു എന്നാണ് അറിഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇപ്പോൾ ഈ പാർട്ടിയുടെ ഒരു പത്രമാണ് ജന്മഭൂമി പത്രം, BJPയുടെ ആണല്ലോ. അതെ, മാറ്റമില്ലാത്ത കാര്യമാണ്. അതെ, ഇപ്പൊ CPMന്റെ പത്രമാണ് ദേശാഭിമാനി, CPIയുടെ ജനയുഗം, കോൺഗ്രസിന്റെ വീക്ഷണം. ഈ ജന്മഭൂമി പത്രത്തിനകത്ത് ഒരു ചെറിയ കോളം കൊടുക്കണം, പ്രധാനമന്ത്രിയുടെ പദ്ധതി. ഇപ്പൊ ആവാസ് യോജന, അതെ, അവർ ചെയ്യേണ്ടതാണ്. എന്താണ് ആവാസ് യോജന? ഇത് ഏതൊക്കെ തരത്തിൽ കിട്ടും? 50,000 സ്ക്വയർ ഫീറ്റ് വയ്ക്കാനുള്ള വീടിനൊന്നുമില്ല. എത്ര സ്ക്വയർ ഫീറ്റിന് മേലാണ്, എത്ര തുക വരെ ലഭിക്കും, ഇതിൽ എത്ര സബ്സിഡി ഉണ്ട്, എത്രയാണ്, ഏത് തരത്തിൽ ബാങ്കിനെ സമീപിക്കണം? ഒരു ചെറിയ കോളം കൊടുത്താൽ മതി. ഓരോ ദിവസവും കൊടുക്കണം. ഇത് വായനക്കാർ അന്വേഷിക്കും എന്നുള്ളതാണ്. അതുപോലെ BJPയോടെ പൊതുവെ ഒരു ചായ്വ് കാണിക്കുന്ന ചാനലാണല്ലോ ജനം ചാനൽ. അവർക്കും ഇത് ചെയ്യാം. ആകാശവാണിയിൽ കൊടുക്കുന്നുണ്ട് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര പദ്ധതി. ഓരോ ദിവസവും വൈകുന്നേരങ്ങളിലുണ്ട്. ഞാൻ കേൾക്കാറുണ്ട് പദ്ധതികൾ. ഞാൻ പല ചെറുപ്പക്കാർക്കും പല സ്കീമുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരതിലൂടെ പിന്നെ ഈ കമ്പ്യൂട്ടർ ചെറിയ ലോണൊക്കെ എടുത്ത് 1 ലക്ഷം രൂപ മുടക്കി കമ്പ്യൂട്ടറൊക്കെ എടുത്ത് വീട്ടിലിരുന്ന്, ഇപ്പോൾ ഒരുപാട് എല്ലാം ഡിജിറ്റൽ കാര്യങ്ങളാണല്ലോ. അതെ, അപ്പോൾ ഈ എഡിറ്റിംഗ് ഒക്കെ സംബന്ധമായ ജോലികളൊക്കെ 1 ലക്ഷം രൂപ വരെ എടുത്തിട്ട് അതുകൊണ്ട് 72,000 രൂപ അടച്ചാൽ മതി. ഇത് വളരെ നേട്ടം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതെ. അപ്പം ഇത് ഇങ്ങനെ ഇത്തരത്തിൽ അവർ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാനിത് പറഞ്ഞത് ഇപ്പോൾ പാർട്ടി പത്രമായ ജന്മഭൂമിയിലും അതുപോലെ പിന്നെ ആകാശവാണിയും ദൂരദർശനും സർക്കാർ ചാനലാണ്, അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരും ഇപ്പോൾ പിന്നെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഈ ഒരുപക്ഷെ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കും ഇത് ചെയ്യാം. ജന്മഭൂമിയെ കൊണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യിപ്പിക്കാം. അതുപോലെ പാർട്ടിയുടെ പ്രവർത്തകർക്കും താഴെത്തട്ടിൽ ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അവിടെയാണ് ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പദ്ധതികളെ മുഴുവൻ പരിചയപ്പെടുത്തി കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക് വാസ്തവത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത്.
അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കൊണ്ടുവന്ന് വീട്ടിൽ ഓരോ ലഘുലേഖകൾ കൊടുത്തിട്ടു അതിനകത്ത് അതിൽ കാര്യമില്ല. അതെന്താണെന്നറിയാം, വാങ്ങി അവിടെ കൂട്ടിയിടും, എല്ലാവരും ആരും ഒന്ന് വായിച്ചു പോലും വായിക്കത്തില്ല അത്.